ഓം ശാന്തി. 12/1/2025 പ്രഭാതമുരളി മധുബൻ. മധുരമായ കുട്ടികളെ, നിങ്ങൾക്ക് ഡ്രാമയുടെ കളി അറിയാം. അതുകൊണ്ട് നന്ദി പറയേണ്ടതിന്റെയും ആവശ്യമില്ല. ചോദ്യം: സേവാധാരികളായ കുട്ടികളിൽ ഏത് ശീലം അല്പം പോലും ഉണ്ടാകാൻ പാടില്ല? ഉത്തരം: യാചിക്കുന്നതിന്റെ. നിങ്ങൾ ബാബയോട് ആശീർവാദമോ കൃപയോ മുതലായവ യാചിക്കേണ്ടതിന്റെ ആവശ്യമില്ല. നിങ്ങൾക്കാരോടും പൈസ പോലും യാചിക്കാൻ സാധിക്കില്ല. യാചിക്കുന്നതിനേക്കാളും മരിക്കുന്നതാണ് ഭേദം. നിങ്ങൾക്കറിയാം, കൽപ്പം മുൻപും ഡ്രാമയനുസരിച്ച് ആര് വിത്ത് വിതച്ചിട്ടുണ്ടോ അവർ തന്നെ വിതയ്ക്കും. ആർക്ക് തന്റെ ഭാവി പദവിയെ ഉയർന്നതാക്കി മാറ്റണോ അവർ തീർച്ചയായും സഹയോഗികളായി മാറും. നിങ്ങളുടെ ജോലിയാണ് സേവനം ചെയ്യുക. നിങ്ങൾക്ക് ആരോടും ഒന്നും യാചിക്കാൻ സാധിക്കില്ല. ഭക്തിയിലാണ് യാചിക്കുന്നത്, ജ്ഞാനത്തിലല്ല. ഗീതം: എനിക്ക് ആശ്രയം നൽകുന്നവനെ. ഓം ശാന്തി. കുട്ടികളുടെ ഉള്ളിൽ നിന്ന് ഈ നന്ദി എന്ന വാക്ക് അച്ഛൻ, ടീച്ചർ, സദ്ഗുരുവിനോട് പറയാൻ സാധിക്കില്ല. എന്തുകൊണ്ടെന്നാൽ കുട്ടികൾക്കറിയാം ഇത് കളിയാണെന്ന്. നന്ദിയുടെയൊന്നും കാര്യമില്ല. ഇതും കുട്ടികൾക്ക് ഡ്രാമയനുസരിച്ചറിയാം. ഡ്രാമ എന്ന വാക്കും നിങ്ങൾ കുട്ടികളുടെ ബുദ്ധിയിലാണ് വരുന്നത്. കളി എന്ന വാക്ക് പറയുന്നതിലൂടെ തന്നെ മുഴുവൻ കളിയും നിങ്ങളുടെ ബുദ്ധിയിൽ വരുന്നു. അതിനർത്ഥം നിങ്ങൾ സ്വതവേ സ്വദർശന ചക്രധാരിയായി മാറുന്നു. 3 ലോകവും നിങ്ങളുടെ ബുദ്ധിയിൽ വരുന്നു: മൂലവതനം, സൂക്ഷ്മവതനം, സ്ഥൂലവതനം. ഇപ്പോൾ കളി പൂർത്തിയാവുകയാണെന്ന കാര്യവും അറിയാം. ബാബ വന്ന് നിങ്ങളെ ത്രികാലദർശികളാക്കി മാറ്റുകയാണ്. 3 കാലങ്ങളുടെയും 3 ലോകത്തിന്റെയും ആദി, മധ്യ, അന്ത്യത്തിന്റെയും രഹസ്യം മനസ്സിലാക്കി തരുന്നു. കാലം എന്നത് സമയത്തെയാണ് പറയുന്നത്. ഈ കാര്യങ്ങളെല്ലാം കുറിച്ചു വെക്കാതെ ഓർമ്മയിലിരിക്കില്ല. നിങ്ങൾ കുട്ടികൾ ഒരുപാട് പോയിന്റുകൾ മറന്നുപോകുന്നു. ഡ്രാമയുടെ കാലാവധിയും നിങ്ങൾക്കറിയാം. നിങ്ങൾക്കറിയാം, ത്രിനേത്രികളും ത്രികാലദർശികളും നിങ്ങളാണ് ആയി മാറുന്നത്. ജ്ഞാനത്തിന്റെ 3ാം നേത്രം ലഭിക്കുന്നു. നിങ്ങൾ ആസ്തികരായി മാറുന്നു എന്നതാണ് ഏറ്റവും വലിയ കാര്യം. അല്ലെങ്കിൽ അനാഥരായിരുന്നു. ഈ ജ്ഞാനം നിങ്ങൾ കുട്ടികൾക്ക് ലഭിക്കുകയാണ്. വിദ്യാർത്ഥിയുടെ ബുദ്ധിയിൽ സദാ ജ്ഞാനത്തിന്റെ മനനമാണ് നടക്കുന്നത്. ഇതും ജ്ഞാനമാണല്ലോ. ഉയർന്നതിലും വെച്ച് ഉയർന്ന ബാബ തന്നെയാണ് ഡ്രാമയനുസരിച്ച് ഈ ജ്ഞാനം നൽകുന്നത്. ഡ്രാമ എന്ന വാക്കും നിങ്ങളുടെ വായിൽ നിന്നാണ് വരിക. അതും ഏത് കുട്ടികൾക്കാണോ സേവനത്തിൽ തൽപരരായിരിക്കുവാൻ സാധിക്കുക അവർക്ക്. ഇപ്പോൾ നിങ്ങൾക്കറിയാം, നമ്മൾ അനാഥരായിരുന്നു. ഇപ്പോൾ പരിധിയില്ലാത്ത നാഥനായ ബാബയെ ലഭിച്ചിരിക്കുന്നു. അതിനാൽ സനാഥരായി മാറിയിരിക്കുന്നു. ആദ്യം നിങ്ങൾ പരിധിയില്ലാത്ത അനാഥരായിരുന്നു. പരിധിയില്ലാത്ത ബാബ പരിധിയില്ലാത്ത സുഖം നൽകുന്നവനാണ്. ഇങ്ങനെയുള്ള സുഖം നൽകാൻ സാധിക്കുന്ന മറ്റൊരു അച്ഛനുമില്ല. പുതിയ ലോകവും പഴയ ലോകവുമെല്ലാം നിങ്ങൾ കുട്ടികളുടെ ബുദ്ധിയിലുണ്ട്. എന്നാൽ മറ്റുള്ളവർക്കും യഥാർത്ഥ രീതിയിൽ മനസ്സിലാക്കി കൊടുക്കണം. ഈ ഈശ്വരീയമായ ജോലിയിൽ മുഴുകണം. ഓരോരുത്തരുടെയും സാഹചര്യം അവരവരുടേതാണ്. ആരാണോ ഓർമ്മയുടെ യാത്രയിലിരിക്കുന്നത് അവർക്കേ മനസ്സിലാക്കി കൊടുക്കുവാൻ സാധിക്കൂ. ഓർമ്മയിലൂടെയല്ലേ ബലം ലഭിക്കുന്നത്. ബാബ തന്നെയാണ് ശക്തിയേറിയ വാൾ. നിങ്ങൾ കുട്ടികൾ ശക്തി നിറയ്ക്കണം. യോഗബലത്തിലൂടെ വിശ്വത്തിന്റെ ചക്രവർത്തി പദവി പ്രാപ്തമാക്കുന്നു. യോഗത്തിലൂടെ ബലം ലഭിക്കുന്നു, ജ്ഞാനത്തിലൂടെയല്ല. കുട്ടികൾക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട്, ജ്ഞാനമാണ് വരുമാന മാർഗം. യോഗത്തെയാണ് ബലമെന്ന് പറയുന്നത്. രാത്രിയും പകലിന്റെയും വ്യത്യാസമുണ്ട്. ഇപ്പോൾ യോഗമാണോ നല്ലത്, ജ്ഞാനമാണോ നല്ലത്?
യോഗം തന്നെയാണ് പ്രസിദ്ധമായത്. യോഗമെന്നാൽ ബാബയുടെ ഓർമ്മ. ബാബ പറയുന്നു, ഈ യോഗത്തിലൂടെ മാത്രമാണ് നിങ്ങളുടെ പാപങ്ങൾ ഇല്ലാതാകുന്നത്. ഇതിൽ തന്നെയാണ് ബാബ ഊന്നൽ നൽകുന്നത്. ജ്ഞാനം സഹജമാണ്. ഭഗവാന്റെ വാക്കുകളാണ്. ഞാൻ നിങ്ങൾക്ക് സഹജമായ ജ്ഞാനമാണ് കേൾപ്പിക്കുന്നത്. 84 ചക്രത്തിന്റെ ജ്ഞാനമാണ് കേൾപ്പിക്കുന്നത്. അതിലെല്ലാം വരുന്നു. ചരിത്രവും ഭൂമിശാസ്ത്രവുമാണല്ലോ. ജ്ഞാനവും യോഗവും സെക്കൻഡിന്റെ കാര്യമാണ്. ശരി, നമ്മൾ ആത്മാവാണ്. നമുക്ക് ബാബയെ ഓർമ്മിക്കണം. ഇതിൽ പരിശ്രമമുണ്ട്. ഓർമ്മയുടെ യാത്രയിലിരിക്കുന്നതിലൂടെ ശരീരത്തിന്റെ ബോധം മറന്നുകൊണ്ടേയിരിക്കുന്നു. മണിക്കൂറുകളോളം ഇങ്ങനെ ഇരുന്നാൽ എത്ര പാവനമായി മാറും. ചില മനുഷ്യർ രാത്രിയിൽ 6 ചിലർ 8 മണിക്കൂറുകളും ഉറങ്ങുമ്പോൾ അശരീരിയായി മാറാറുണ്ടല്ലോ. ആ സമയം ഒരു വികർമ്മവും ഉണ്ടാകുന്നില്ല. ആത്മാവ് ക്ഷീണിച്ച് ഉറങ്ങിപ്പോകുന്നു. പാപങ്ങൾ വിനാശമാകുന്നുണ്ട് എന്നല്ല, ഇല്ല, അതാണ് ഉറക്കം. വികർമ്മങ്ങളൊന്നും ഉണ്ടാകുന്നില്ലല്ലോ. ഉറങ്ങുന്നില്ല എന്നുണ്ടെങ്കിൽ പാപങ്ങൾ തന്നെ ചെയ്തുകൊണ്ടിരിക്കും. ഉറക്കവും ഒരു രക്ഷയാണ്. മുഴുവൻ ദിവസവും ആത്മാവ് സേവനം ചെയ്തു പറയുകയാണ്, ഞാനിപ്പോൾ ഉറങ്ങുകയാണ്, അശരീരിയായി മാറുകയാണ്. നിങ്ങൾക്ക് ശരീരമുണ്ടായിട്ടും അശരീരിയായി മാറണം. ഞാൻ ആത്മാവ് ഈ ശരീരത്തിൽ നിന്ന് വേറിട്ടതും ശാന്തസ്വരൂപവുമാണ്. ആത്മാവിന്റെ മഹിമ ഒരിക്കലും കേട്ടിട്ടുണ്ടായിരിക്കില്ല. ആത്മാവ് സത്യവും ചൈതന്യവും ആനന്ദസ്വരൂപവുമാണ്. പരമാത്മാവിന്റെ മഹിമ പാടാറുണ്ട്, സത്യമാണ്, ചൈതന്യമാണ് എന്ന്. സുഖത്തിന്റെയും ശാന്തിയുടെയും സാഗരമാണെന്ന്. ഇപ്പോൾ നിങ്ങളെ പറയും മാസ്റ്റർ എന്ന്. മാസ്റ്റർ എന്ന് കുട്ടികളെയാണ് പറയാറ്. അതിനാൽ ബാബ യുക്തികളും പറഞ്ഞു തന്നുകൊണ്ടിരിക്കുകയാണ്. മുഴുവൻ ദിവസവും ഉറങ്ങണം അങ്ങനെയുമല്ല. ഇല്ല, നിങ്ങൾക്കാണെങ്കിൽ ഓർമ്മയിലിരുന്ന് പാപങ്ങൾ ഇല്ലാതാക്കണം. എത്രത്തോളം സാധിക്കുന്നുവോ ബാബയെ ഓർമ്മിക്കണം. ബാബ നമ്മുടെ മേൽ ദയ അഥവാ കൃപ കാണിക്കുന്നുണ്ട് അങ്ങനെയുമല്ല. ഇല്ല, ഇത് ബാബയുടെ മഹിമയാണ്, ദയയുടെ ചക്രവർത്തി എന്നത്. തമോ പ്രധാനത്തിൽ നിന്നും സതോ പ്രധാനമാക്കി മാറ്റുക എന്നത് ബാബയുടെ പാർട്ടാണ്. ഭക്തർ കേവലം മഹിമകൾ പാടാറുണ്ട്. നിങ്ങൾ കേവലം മഹിമകളല്ല പാടേണ്ടത്. ഈ ഗീതങ്ങളെല്ലാം ദിവസം തോറും നിർത്തലാക്കിക്കൊണ്ടിരിക്കുകയാണ്. സ്കൂളിൽ എപ്പോഴെങ്കിലും ഗീതങ്ങൾ ഉണ്ടാക്കാറുണ്ടോ? കുട്ടികൾ ശാന്തിയിൽ ഇരിക്കുന്നു. ടീച്ചർ വരുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്നു, പിന്നീട് ഇരിക്കുന്നു. ഈ ബാബ പറയുന്നു, എനിക്ക് പഠിപ്പിക്കാനുള്ള പാർട്ടാണ് ലഭിച്ചിരിക്കുന്നത്, അതിനാൽ പഠിപ്പിക്കുക തന്നെ വേണം. നിങ്ങൾ കുട്ടികൾക്ക് എഴുന്നേൽക്കേണ്ട ആവശ്യമില്ല. ആത്മാവിനാണ് ഇത് കേൾപ്പിക്കേണ്ടത്. നിങ്ങളുടെ കാര്യം തന്നെ മുഴുവൻ ലോകത്തിലും വെച്ച് വേറിട്ടതാണ്. കുട്ടികളോട് പറയുമോ നിങ്ങൾ എഴുന്നേൽക്കൂ എന്ന്? ഇല്ല, അത് ഭക്തി മാർഗത്തിലാണ് ചെയ്യുന്നത്, ഇവിടെയല്ല. ബാബയാണെങ്കിൽ സ്വയം എഴുന്നേറ്റ് നമസ്തേ ചെയ്യുന്നു. സ്കൂളിൽ അഥവാ കുട്ടികൾ വൈകി വരികയാണെങ്കിൽ ടീച്ചർ ഒന്നുകിൽ അടികൊടുക്കും, അല്ലെങ്കിൽ പുറത്തു നിർത്തും. അതുകൊണ്ട് സമയത്ത് എത്തണമെന്ന ഭയമുണ്ടാകും. ഇവിടെയാണെങ്കിൽ ഭയത്തിന്റെ കാര്യമില്ല. ബാബ മനസ്സിലാക്കി തന്നുകൊണ്ടേയിരിക്കുന്നു. മുരളികളെല്ലാം ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ദിവസവും പഠിക്കണം. മുരളി പഠിച്ചാൽ നിങ്ങൾക്ക് ഹാജർ ലഭിക്കും. ഇല്ല എന്നുണ്ടെങ്കിൽ ആബ്സെന്റ് ആകും. എന്തുകൊണ്ടെന്നാൽ ബാബ പറയുകയാണ്, നിങ്ങൾക്ക് ഗൂഹ്യമായ കാര്യങ്ങളാണ് കേൾപ്പിക്കുന്നത്. നിങ്ങൾ അഥവാ മുരളി മുടക്കുകയാണെങ്കിൽ ആ പോയിന്റുകളെല്ലാം നഷ്ടമാകും. ഇതാണ് പുതിയ കാര്യങ്ങൾ. ഏതൊന്നാണോ ലോകത്തിലാർക്കും അറിയാത്തത്. നിങ്ങളുടെ ചിത്രം കാണുമ്പോഴേ അതിശയപ്പെടുന്നു. ഒരു ശാസ്ത്രത്തിലുമില്ല. ഭഗവാനാണ് ചിത്രങ്ങൾ ഉണ്ടാക്കിയത്.
നിങ്ങളുടേത് ഇത് പുതിയ ചിത്രശാലയാണ്. ആര് ബ്രാഹ്മണ കുലത്തിലെ ദേവതകളാകുന്നവരുണ്ടോ അവരുടെ ബുദ്ധിയിൽ മാത്രമേ ഇരിക്കുകയുള്ളൂ. പറയും, ഇത് ശരിയാണല്ലോ. കൽപ്പം മുൻപും നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. തീർച്ചയായും ഭഗവാനാണ് പഠിപ്പിക്കുന്നത്. ഭക്തി മാർഗത്തിലെ ശാസ്ത്രങ്ങളിൽ ആദ്യ നമ്പറിൽ ഗീത തന്നെയാണുള്ളത്. എന്തുകൊണ്ടെന്നാൽ ആദ്യ ധർമ്മം തന്നെ ഇതാണ്. പിന്നീട് പകുതി കൽപ്പത്തിന് ശേഷം, അതിനും ഒരുപാട് സമയത്തിനു ശേഷമാണ് മറ്റ് ശാസ്ത്രങ്ങൾ ഉണ്ടാകുന്നത്. ആദ്യം ഇബ്രാഹിം വന്നപ്പോൾ ഒറ്റയ്ക്കായിരുന്നു. പിന്നീട് 1 നിന്ന് 2, 2 നിന്ന് 4 എപ്പോഴാണോ ധർമ്മത്തിന്റെ വർധനവുണ്ടായി 1 1.5 ലക്ഷമാകുന്നത്, അപ്പോഴാണ് ശാസ്ത്രങ്ങളെല്ലാം ഉണ്ടാകുന്നത്. അതിന്റെ പകുതി സമയത്തിനു ശേഷം മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. കണക്കെടുക്കാറുണ്ടല്ലോ. കുട്ടികൾക്കാണെങ്കിൽ ഒരുപാട് സന്തോഷമുണ്ടാകണം. ബാബയിൽ നിന്ന് നമുക്ക് സമ്പത്ത് ലഭിക്കുന്നു. നിങ്ങൾക്കറിയാം, ബാബ നമുക്ക് സൃഷ്ടിചക്രത്തിന്റെ മുഴുവൻ ജ്ഞാനവും മനസ്സിലാക്കി തരുന്നു. ഇതാണ് പരിധിയില്ലാത്ത ചരിത്രവും ഭൂമിശാസ്ത്രവും. എല്ലാവരോടും പറയൂ, ഇവിടെ ലോകത്തിലെ ചരിത്രവും ഭൂമിശാസ്ത്രവുമാണ് പഠിപ്പിക്കുന്നത്. ഏതൊന്നാണോ മറ്റാർക്കും പഠിപ്പിക്കാൻ സാധിക്കാത്തത്. ലോകത്തിന്റെ ഭൂപടം കാണിച്ചാലും അതിൽ ലക്ഷ്മി നാരായണന്റെ രാജ്യം എപ്പോഴായിരുന്നു എന്നത് എവിടെയാണ് കാണിക്കുന്നത്? എത്ര സമയമുണ്ടായിരുന്നു? ഭാരതത്തിൽ തന്നെയാണ് രാജ്യം ഭരിച്ചുപോയത്. ഇപ്പോഴില്ല. ഈ കാര്യങ്ങൾ ആരുടെയും ബുദ്ധിയിലില്ല. അവരാണെങ്കിൽ കൽപ്പത്തിന്റെ ആയുസ് തന്നെ ലക്ഷക്കണക്കിന് നീട്ടിയാണ് കാണിക്കുന്നത്. നിങ്ങൾ മധുരമധുരമായ കുട്ടികൾക്ക് കൂടുതൽ ഒരു ബുദ്ധിമുട്ടും നൽകുന്നില്ല. ബാബ പറയുന്നു, പാവനമായി മാറണം. പാവനമായി മാറാൻ വേണ്ടി നിങ്ങൾ ഭക്തിമാർഗത്തിൽ എത്രയാണ് അലയുന്നത്? ഇപ്പോൾ മനസ്സിലാക്കുന്നു, അലഞ്ഞലഞ്ഞ് 2500 വർഷങ്ങൾ പിന്നിട്ടു. ഇപ്പോൾ വീണ്ടും രാജ്യഭാഗ്യം നൽകാൻ ബാബ വന്നിരിക്കുകയാണ്. നിങ്ങൾക്കിത് തന്നെയാണ് ഓർമ്മയുള്ളത്. പഴയതിൽ നിന്ന് പുതിയതും പുതിയതിൽ നിന്ന് പഴയതും തീർച്ചയായും ആകുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ പഴയ ലോകത്തിലെ അധികാരികളല്ലേ? വീണ്ടും പുതിയ ലോകത്തിന്റെ അധികാരിയായി മാറും. ഒരു വശത്ത് ഭാരതത്തിന്റെ ഒരുപാട് മഹിമകൾ പാടുന്നു, മറുവശത്ത് പിന്നീട് ഒരുപാട് ഗ്ലാനിയും ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങളുടെ പക്കൽ ഗീതമുണ്ട്. നിങ്ങൾ മനസ്സിലാക്കുന്നു ഇപ്പോൾ എന്തെല്ലാമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഈ 2 ഗീതങ്ങളും കേൾപ്പിക്കണം. എവിടെയാണ് രാമരാജ്യം, എവിടെയാണ് ഇത്? ഇത് പറഞ്ഞുകൊടുക്കാൻ സാധിക്കും. ബാബയാണ് പാവപ്പെട്ടവന്റെ നാഥൻ. പാവപ്പെട്ട പെൺകുട്ടികളെ തന്നെയാണ് ലഭിക്കുന്നത്. ധനവാന്മാർക്കാണെങ്കിൽ അതിന്റെ അഹങ്കാരം ഉണ്ടായിരിക്കും. ആരാണോ കൽപ്പം മുമ്പ് വന്നിരുന്നത് അവർ മാത്രമേ വരികയുള്ളൂ. ചിന്തിക്കേണ്ട കാര്യമേ ഇല്ല. ശിവബാബയ്ക്കാണെങ്കിൽ ഒരിക്കലും ഒരു ചിന്തയും ഉണ്ടാകുന്നില്ല. ബ്രഹ്മബാബയ്ക്കുണ്ടാകും. ഈ ബ്രഹ്മാവിനാണെങ്കിൽ തന്നെക്കുറിച്ചും ചിന്തയുണ്ട്. എനിക്ക് നമ്പർ 1 പാവനമായി മാറണം. ഇതിൽ ഗുപ്തമായ പുരുഷാർത്ഥമുണ്ട്. ചാർട്ട് വെക്കുന്നതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും ഇവരുടെ പുരുഷാർത്ഥം കൂടുതലാണെന്ന്. ബാബ എപ്പോഴും മനസ്സിലാക്കി തരുന്നു, ഡയറി വെക്കൂ. ഒരുപാട് കുട്ടികൾ എഴുതുന്നുമുണ്ട്. ചാർട്ട് എഴുതുന്നതിലൂടെ ഒരുപാട് നേട്ടമുണ്ടായിട്ടുണ്ട്. ഈ യുക്തി വളരെ നല്ലതാണ്. അതിനാൽ എല്ലാവരും ചെയ്യണം. ഡയറി വെക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരുപാട് ലാഭമുണ്ടായിരിക്കും. ഡയറി വെക്കുക അർത്ഥം ബാബയെ ഓർമ്മിക്കുക. അതിൽ ബാബയുടെ ഓർമ്മയെക്കുറിച്ച് എഴുതണം. ഡയറിയും സഹയോഗിയായി മാറും. പുരുഷാർത്ഥവും നടക്കും. ഡയറികൾ കുറിച്ചു വെക്കുന്നതിന് വേണ്ടി എത്ര കോടികളുടെയും ലക്ഷങ്ങളുടെയുമാണ് ഉണ്ടാക്കുന്നത്. ഇതൊരിക്കലും മറക്കരുത്. ആ സമയം തന്നെ ഡയറിയിൽ എഴുതണം. രാത്രിയിൽ കണക്കുകളെല്ലാം എഴുതണം. അപ്പോൾ അറിയാൻ സാധിക്കും ഇത് നമുക്ക് നഷ്ടമാണല്ലോ ഉണ്ടാകുന്നത്. എന്തുകൊണ്ടെന്നാൽ ജന്മജന്മാന്തരങ്ങളുടെ വികർമ്മങ്ങൾ ഭസ്മമാക്കണം.
ബാബ വഴി പറഞ്ഞു തരുന്നു. തന്റെ മേൽ ദയ അല്ലെങ്കിൽ കൃപ കാണിക്കണം. ടീച്ചറാണെങ്കിൽ പഠിപ്പിക്കുക മാത്രമേ ചെയ്യുകയുള്ളൂ, ആശീർവദിക്കുകയില്ല. ആശീർവാദം, കൃപ, ദയ മുതലായവ യാചിക്കുന്നതിനേക്കാൾ മരിക്കുക തന്നെയാണ് ഭേദം. ആരോടും പൈസ പോലും യാചിക്കാൻ പാടില്ല. കുട്ടികൾക്കൊട്ടും അനുവാദമില്ല. ബാബ പറയുന്നു, ആരാണോ കൽപ്പം മുമ്പ് വിത്ത് വിതച്ചത്, ഡ്രാമ അനുസരിച്ച് സമ്പത്ത് പ്രാപ്തമാക്കിയത്, അവർ സ്വയം തന്നെ വന്ന് ചെയ്യും. നിങ്ങൾ ഒരു കാര്യത്തിനും യാചിക്കരുത്. ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ പ്രാപ്തമാക്കില്ല. മനുഷ്യർ ദാനപുണ്യങ്ങൾ ചെയ്യുമ്പോൾ അതിന് പ്രതിഫലമായി ലഭിക്കാറുണ്ടല്ലോ. രാജാവിന്റെ വീട്ടിലോ ധനവാന്റെ അടുത്തോ ജന്മമെടുക്കുന്നു. ആർക്ക് ചെയ്യണമോ അവർ സ്വതവേ തന്നെ ചെയ്യും. നിങ്ങൾ യാചിക്കാൻ പാടില്ല. കൽപ്പം മുൻപ് ആര് എത്ര ചെയ്തിട്ടുണ്ടോ ഡ്രാമ അവരെ കൊണ്ട് ചെയ്യിക്കും. യാചിക്കേണ്ടതിന്റെ എന്താവശ്യമാണ് ഉള്ളത്? ബാബ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു, സേവനത്തിനു വേണ്ടി ഭണ്ഡാരം നിറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഞാൻ കുട്ടികളോട് പൈസ തരൂ എന്നൊരിക്കലും പറയില്ല. ഭക്തിമാർഗത്തിലെ കാര്യങ്ങൾ ജ്ഞാനമാർഗത്തിൽ ഉണ്ടായിരിക്കുകയില്ല. ആരാണോ കൽപ്പം മുൻപ് സഹായിച്ചിട്ടുള്ളത് അവർ ചെയ്തുകൊണ്ടിരിക്കും. താങ്കളായി ഒരിക്കലും യാചിക്കരുത്. ബാബ പറയുന്നു, കുട്ടികളെ, നിങ്ങൾക്ക് സംഭാവന ശേഖരിക്കാൻ സാധിക്കില്ല. അത് സന്യാസിമാരാണ് ചെയ്യുന്നത്. ഭക്തിമാർഗത്തിൽ അല്പം പോലും കൊടുക്കുകയാണെങ്കിൽ അതിന്റെ ഫലമായി ഒരു ജന്മത്തേക്ക് ലഭിക്കുന്നു. ഇതാണെങ്കിൽ ജന്മജന്മാന്തരങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. അപ്പോൾ ജന്മജന്മാന്തരങ്ങൾക്ക് വേണ്ടി എല്ലാം കൊടുക്കുന്നത് നല്ലതല്ലേ? ബാബയുടെ പേരാണെങ്കിൽ നിഷ്കളങ്കനായ നാഥനെന്നാണ്. നിങ്ങൾ പുരുഷാർത്ഥം ചെയ്യൂ, എന്നാൽ വിജയമാലയിൽ കോർക്കപ്പെടാൻ സാധിക്കും. ഭണ്ഡാരം നിറഞ്ഞാൽ കലഹക്ലേശങ്ങൾ ദൂരീകരിക്കും. അവിടെ ഒരിക്കലും അകാല മൃത്യു ഉണ്ടാകുകയില്ല. ഇവിടെയാണെങ്കിൽ മനുഷ്യർ കാലനെ എത്രയാണ് പേടിക്കുന്നത്. കുറച്ചെന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ മരണം ഓർമ്മ വരും. അവിടെ ആ ചിന്ത തന്നെയില്ല. നിങ്ങൾ അമരപുരിയിലേക്ക് പോകുകയാണ്. ഇത് അഴുക്ക് നിറഞ്ഞ മൃത്യുലോകമാണ്. ഭാരതം തന്നെയായിരുന്നു അമരലോകമായിരുന്നത്. ഇപ്പോൾ മൃത്യുലോകമാണ്. നിങ്ങളുടെ പകുതി കൽപ്പം വളരെ മോശമായാണ് കടന്നുപോയത്. അധപതിച്ചു തന്നെ വന്നു. ജഗന്നാഥപുരിയിൽ വളരെ വളരെ മോശമായ ചിത്രങ്ങളാണ് ഉള്ളത്. ബാബ, അതായത് ബ്രഹ്മബാബ അനുഭവിയാണല്ലോ. 4 വശത്തും കറങ്ങിയിട്ടുണ്ട്. വെളുത്തതിൽ നിന്ന് കറുത്തതായി മാറിയിരിക്കുകയാണ്. ഗ്രാമത്തിൽ വസിക്കുന്നവനായിരുന്നു. വാസ്തവത്തിൽ ഈ മുഴുവൻ ഭാരതവും ഗ്രാമമാണ്. നിങ്ങൾ ഗ്രാമത്തിലെ കുട്ടികളാണ്. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നു, നമ്മൾ വിശ്വത്തിലെ അധികാരികളായി മാറുന്നു. ഇങ്ങനെ മനസ്സിലാക്കരുത്, നമ്മൾ ബോംബെയിൽ താമസിക്കുന്നവരാണെന്ന്. ബോംബെ പോലും സ്വർഗത്തിനു മുന്നിൽ എന്താണ്? ഒന്നുമല്ല, ഒരു കല്ലുപോലുമില്ല. നമ്മൾ ഗ്രാമത്തിലെ കുട്ടികൾ അനാഥരായി മാറിയത് ഇപ്പോൾ വീണ്ടും നമ്മൾ സ്വർഗത്തിലെ അധികാരികളായി മാറുകയാണ്. അതിനാൽ സന്തോഷമുണ്ടായിരിക്കണം. പേര് തന്നെ സ്വർഗമെന്നാണ്. എത്ര വജ്രങ്ങളും വൈഡൂര്യങ്ങളുമാണ് കൊട്ടാരങ്ങളിൽ പതിച്ചിട്ടുണ്ടായിരിക്കുക. സോമനാഥ ക്ഷേത്രം തന്നെ എത്ര വജ്രങ്ങളും വൈഡൂര്യങ്ങളും കൊണ്ട് നിറഞ്ഞതായിരുന്നു. ആദ്യം ശിവക്ഷേത്രം തന്നെയാണ് ഉണ്ടാക്കുന്നത്. എത്ര ധനവാനായിരുന്നു. ഇപ്പോഴാണെങ്കിൽ ഭാരതം ഗ്രാമമാണ്. സത്യുഗത്തിൽ വളരെ സമ്പന്നമായിരുന്നു. ഈ കാര്യങ്ങൾ നിങ്ങൾക്കല്ലാതെ ലോകത്തിൽ മറ്റാർക്കും അറിയില്ല. നിങ്ങൾ പറയും, ഇന്നലെ നമ്മൾ ചക്രവർത്തിയായിരുന്നു, ഇന്ന് ദരിദ്രരാണ്, വീണ്ടും വിശ്വത്തിലെ അധികാരിയായി മാറുകയാണ്. നിങ്ങൾ കുട്ടികൾക്ക് തന്റെ ഭാഗ്യത്തിൽ കൃതജ്ഞത ആഘോഷിക്കണം. നമ്മൾ കോടി മടങ്ങ് ഭാഗ്യശാലികളാണ്. ശരി, വളരെ കാലത്തെ വേർപാടിനു ശേഷം തിരികെ കിട്ടിയ മധുരമധുരമായ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകളും സുപ്രഭാതവും.
ആത്മീയ അച്ഛന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. വികർമ്മങ്ങളിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഈ ശരീരത്തിലിരുന്നു കൊണ്ടും അശരീരിയായി മാറാനുള്ള പുരുഷാർത്ഥം ചെയ്യണം. ശരീരത്തെ മറക്കുന്ന തരത്തിലായിരിക്കണം നിങ്ങളുടെ ഓർമ്മയുടെ യാത്ര. 2. ജ്ഞാനത്തിന്റെ മനന ചിന്തനം ചെയ്ത് ആസ്തികരായി മാറണം. മുരളി ഒരിക്കലും മുടക്കരുത്. തന്റെ ഉന്നതിക്ക് വേണ്ടി ഡയറിയിൽ ഓർമ്മയുടെ ചാർട്ട് കുറിച്ചുവെക്കണം. വരദാനം: ആത്മീയ ശക്തി ഓരോ കർമ്മങ്ങളിലും ഉപയോഗിക്കുന്ന യുക്തിയുക്ത ജീവൻ മുക്തരായി ഭവിക്കട്ടെ. ഈ ബ്രാഹ്മണ ജീവിതത്തിന്റെ വിശേഷത തന്നെയാണ് ആത്മീയത. ആത്മീയതയുടെ ശക്തിയിലൂടെ തന്നെയാണ് സ്വയത്തെയും സർവരെയും പരിവർത്തനം ചെയ്യാൻ കഴിയുന്നത്. ഈ ശക്തിയിലൂടെ അനേക പ്രകാരത്തിലുള്ള ഭൗതിക ബന്ധനങ്ങളിൽ നിന്നും മുക്തി ലഭിക്കുന്നു. എന്നാൽ യുക്തിയുക്തമായി ഓരോ കർമ്മത്തിലും ലൂസാകുന്നതിനു പകരം ആത്മീയ ശക്തി ഉപയോഗിക്കൂ. മനസ്സാ വാചാ കർമ്മണ മൂന്നിലും ഒപ്പത്തിനൊപ്പം ആത്മീയതയുടെ ശക്തി അനുഭവമാകണം. ആരാണോ മൂന്നിലും യുക്തിയുക്തം അവർ തന്നെയാണ് ജീവൻ മുക്തർ. സ്ലോഗൻ: സത്യതയുടെ വിശേഷതയിലൂടെ സന്തോഷത്തിന്റെയും ശക്തിയുടെയും അനുഭൂതി ചെയ്തുകൊണ്ടു പോകൂ. അവ്യക്ത സൂചന: അശരീരി അഥവാ വിദേഹി സ്ഥിതിയുടെ അഭ്യാസം വർദ്ധിപ്പിക്കൂ. ഏത് തന്നെ പരിതസ്ഥിതികൾ വന്നുകൊണ്ടിരിക്കുന്നുവോ വരാനുണ്ടോ അതിൽ വിദേഹി സ്ഥിതിയുടെ അഭ്യാസം വളരെ ആവശ്യമാണ്. അതിനാൽ മറ്റെല്ലാ കാര്യങ്ങളും വിട്ട് ഇതൊന്നും നടക്കില്ല, ഇതൊന്നും നടക്കില്ല, എന്താകും, ഈ ചോദ്യം വിട്ടുകളയൂ. ഇപ്പോൾ വിദേഹി സ്ഥിതിയുടെ അഭ്യാസം വർദ്ധിപ്പിക്കൂ. വിദേഹി കുട്ടികളിൽ ഒരു പരിതസ്ഥിതിയോ ഒരു ഇളക്കങ്ങളോ പ്രഭാവം ചെലുത്തുകയില്ല. ഓം ശാന്തി.